നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 24 മെയ്. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഈ ആഴ്ചയിലെ അവസാനത്തതും നാലാമത്തെയും ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. പ്രധാനമായും 8 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ 3 ട്രേഡിംഗ് സെഷനുകളിൽ പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, അതേസമയം ചൊവ്വ വ്യാഴം ദിനങ്ങളിൽ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും വീക്ക്ലി ബേസിസിൽ നേരിയതാണെങ്കിലും 0.32% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്തു. എസ്പെഷ്യലി IT, എനർജി സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ നേട്ടത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ITക്ക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തുവാനും സാധിച്ചത്. ഇനി ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഏകദേശം 3 മാസങ്ങൾ പൂർത്തിയാകും ഇറാൻ US പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. ആയതിനാൽ തന്നെ ഈ ആഴ്ചയിലും ഇറാൻ US പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യുക. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരിയ തോതിൽ വഷളായെങ്കിലും ഇറാനുമായിട്ടുള്ള യുദ്ധം പുനരാരംഭിക്കരുതെന്ന് ട്രംപിനോട് അഭ്യർത്ഥനയുമായിട്ട് UAEയും സൗദി അറേബ്യയും ഖത്തറും അതിശക്തമായ ആവശ്യമാണ് ഉന്നയിച്ചതും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള സമാധാന കരാറിൽ ഇന്നലെ വരെ അനിശ്ചിതത്വം നിലനിന്നെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നേരിയ പ്രതീക്ഷകൾ വരുന്നുമുണ്ട്. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പീസ് ഫ്രെയിംവർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു എസ്പെഷ്യലി USന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറാനിയം മറ്റേതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു രാജ്യത്തിലേക്ക് മാറ്റണമെന്ന്. എന്നാൽ ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാൻ നടത്തിയെന്നുള്ള വിശദീകരണവും വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ന് US പ്രസിഡന്റ് US ഇറാൻ സമാധാന ചട്ടക്കൂട് അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇറാൻ കരാർ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ഹോർമൂസ് വീണ്ടും തുറക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ ചർച്ചയിലാണെന്നുമുള്ള പ്രസ്താവനയാണ് US പ്രസിഡന്റ് ട്രംപും നടത്തിയത്. ആയതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ ഇന്ന് വൈകുന്നേരവും കൂടാതെ നാളെ രാവിലത്തോടും കൂടി വരാൻ പോകുന്ന റിപ്പോർട്ട്സുകളെ ആശ്രയിച്ച് ഒരുപക്ഷെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികള് സാരമായി മാറി മറിയുകയും ചെയ്യാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം US, യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും കാര്യമായ പോയിന്റുകളൊന്നും ചോർന്നു പോയിട്ടുമില്ല. ഫ്ലാറ്റ് ആയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ശനിയാഴ്ച വെളുപ്പിന് 2:45 വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. എങ്കിലും US മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ ആശങ്കയിലാക്കുന്ന ഒരു ഘടകം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരുന്നു. USലെ 30-year ബോണ്ട് ഈൽഡ് സിംഗിൾ ഡേയിൽ 5.201% ഉയർച്ചയാണ് അനുഭവപ്പെട്ടതും. ഇത് 2007 ശേഷം ഏറ്റവും വലിയ ഉയർച്ചയാണ് USലെ 30-year ബോണ്ട് ഈൽഡിൽ അനുഭവപ്പെട്ടതും. ആയതിനാൽ തന്നെ നമുക്കറിയാം അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണെങ്കിൽ ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും USലെ ബോണ്ട് ഈൽഡും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വിലയിൽ വീണ്ടും ശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയതും. ബ്രന്റ് ക്രൂഡിന്റെ വില 103.94 $ലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $97 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ആയതിനാൽ തന്നെ ഇനി നാളെ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവിലേക്കും നയിച്ചേക്കാം. ഇനി മറിച്ചാണെങ്കിൽ അത് മാർക്കറ്റിനെ വിപരീതമായിട്ട് ബാധിക്കുകയും ചെയ്യും. നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള തുടർച്ചയായ സെല്ലിംഗ്. കഴിഞ്ഞ ആഴ്ചയിലും 30,374 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ല് ചെയ്തിറങ്ങുകയാണ് ഉണ്ടായത് വെള്ളിയാഴ്ച വരെ. തൽഫലമായി നിലവിൽ തുടർച്ചയായി 3 മാസങ്ങളായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലേഴ്സ് ആയിട്ട് തുടരുകയും ചെയ്തു. മാത്രമല്ല ഈ വർഷത്തില് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ 2,22,000 കോടി രൂപയ്ക്കാണ് അവർ വിറ്റൊഴിവാകുകയും ഉണ്ടായത്. ആയതിനാൽ തന്നെ ഈ ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി നിഫ്റ്റിയിൽ 500 പോയിന്റുകൾക്കേറെ മുകളിലുള്ള ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും 23,300 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ശക്തമായ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇനി ഈ ആഴ്ചയിലെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 23,800 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കും
തുറക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 24,000 എന്ന ലെവലും മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 23,690 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും, കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 50-ഡേ മൂവിംഗ് ആവറേജ് നിലകൊള്ളുന്നതും. തുടർന്ന് 23,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. എന്നാൽ 23,400 എന്ന ടെക്നിക്കലി ക്രൂഷ്യൽ ലെവലായ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിലെ ഇടിവ് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലുമായിട്ട് 9 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിട്ട് 96 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട്, മാത്രമല്ല 96.96 എന്ന ലെവലിലാണ് അവസാനം ഇന്ത്യൻ രൂപയ്ക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചത്. എന്നാൽ RBIയുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന ശക്തമായ നടപടികളെ തുടർന്ന്, അതായത് 2 ബില്യനും 3 ബില്യൺ US ഡോളറിനും ഇടയിലുള്ള ഒരു തുകയ്ക്ക് US ഡോളറുകൾ RBI വിറ്റഴിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ തോതിലാണെങ്കിലും US ഡോളറിനെതിരെ ഏകദേശം 1 രൂപയ്ക്ക് മുകളിൽ നേട്ടം കൈവരിച്ചുകൊണ്ട് 95.69 എന്ന ലെവലിലായിട്ട് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ആയതിനാൽ തന്നെ ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തീരുമാനം വരുന്നില്ലെങ്കിൽ അത് എണ്ണയുടെ വിലയിൽ വീണ്ടും വർധനവിന് ഇടയാക്കുകയാണെങ്കിൽ വീണ്ടും അത് ഇന്ത്യൻ രൂപയെ US ഡോളറിനെതിരെ ദുർബലപ്പെടുത്തുവാൻ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ ഇന്ത്യൻ രൂപയ്ക്ക് ദുർബലപ്പെടേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കാരണം രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റുകളെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രഷർ ചെയ്യുമെന്ന് മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. ശനിയാഴ്ച വീണ്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരാഴ്ചയിൽ ഇത് 3ാമത്തെ തവണയും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. തൽഫലമായി 3 ഘട്ടങ്ങളിലായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ മുകളിൽ പെർ ലിറ്ററിന് 5 രൂപയുടെ വർധനവാണ് പ്രായോഗികമായും നടപ്പിലാക്കിയത്. സ്വാഭാവികമായിട്ടും നാളെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇതിനെല്ലാം പുറമെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റ് ആക്ഷൻസും മാർക്കറ്റിനെ കാത്തിരിക്കുന്നു. എസ്പെഷ്യലി ഡിവിഡൻസിന്റെ റെക്കോർഡ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹാവൽസ് ഇന്ത്യ, ട്രെൻഡ്, സിയാരാം സിൽക്ക് മിൽ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ITC, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, ബജാജ് ഓട്ടോ, UNO മിൻഡ, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ആണ് ഈ ആഴ്ചയിൽ. കൂടാതെ സൈഡസ് ലൈഫ് സയൻസ്, സൈബർടെക് സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ്വെയർ, ധാനുക അഗ്രിടെക് തുടങ്ങിയവയുടെ ഷെയർ ബൈബാക്കിന്റെ റെക്കോർഡ് ഡേറ്റും ഈ വരാൻ പോകുന്ന ആഴ്ചയിലാണ്. മാത്രമല്ല LICയുടെ ബോണസ് ഇഷ്യൂവിന്റെയും റെക്കോർഡ് ഡേറ്റ് 29-ാം തീയതി 2026 വെള്ളിയാഴ്ചയാണ്. അതിനാൽ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിച്ചേക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ വിക്സിൽ വീക്ക്ലി ബേസിസിൽ 5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 18 എന്ന ലെവലിന് താഴെയായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.